എന്ന് പറയുന്ന ഭാഗമാണ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ നമുക്ക് പഠിക്കുമ്പോൾ ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പഠിക്കണം. അതുപോലെ തന്നെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, കമ്പനി, അതർ പേഴ്സൺ. അതായത് നേരത്തെ ക്ലാസ്സിൽ പേഴ്സൺസ് എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ എന്ത് പഠിക്കണം? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓരോരുത്തരുടെയും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് നമ്മൾ വെരിഫൈ ചെയ്തിട്ട് നോക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരമാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ചെക്ക് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻഡിവിജ്വല്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, എവറി അതർ പേഴ്സൺ, ഈ 5 കാറ്റഗറിയുടെയും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. നമുക്കറിയാം ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ആരാണോ അടയ്ക്കുന്നത് ആ ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? SSC എന്ന് പറയുന്നത്. ഈ SSC എന്ന് പറയുന്ന ആളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഓരോ സമയം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതായത് ഓരോ ഇയറിലും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മൾ വെരിഫൈ ചെയ്തിട്ട് വേണം ഇൻകം ടാക്സ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ. സെക്ഷൻ 6 ആണ് ഇൻകം ടാക്സ് ആക്ട് 1961 റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ചിട്ട് പറയുന്നത്. 3 കാറ്റഗറിയാണ് ഓരോന്നിലും ഉള്ളത്. ആ കാറ്റഗറി എന്ന് പറയുന്നത് റെസിഡന്റ്, നോട്ട് ഓർഡിനറിലി റെസിഡന്റ്, നോൺ റെസിഡന്റ്. ഈ 3 കാറ്റഗറിയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നതിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇൻഡിവിജ്വലും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണെങ്കിൽ 3 കാറ്റഗറി, അതായത് റെസിഡന്റ്, നോട്ട് ഓർഡിനറിലി റെസിഡന്റ്, നോൺ റെസിഡന്റ്. അതേസമയം ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, കമ്പനീസ്, അതർ പേഴ്സണിലൊക്കെ 2 കാറ്റഗറി ഉണ്ടായിരിക്കുള്ളൂ. റെസിഡന്റും അതുപോലെ തന്നെ നോൺ റെസിഡന്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഡയഗ്രാം നോക്കാം. ടൈപ്സ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു കാറ്റഗറി ഇൻഡിവിജ്വലും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണ്. വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സൺസ്, ഫേം, കമ്പനി, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ലോക്കൽ അതോറിറ്റീസ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺസ്, ഇതെല്ലാം സെക്കൻഡ് കാറ്റഗറിയിൽ വരും. ഇൻഡിവിജ്വൽ ഹിന്ദു ഡിവൈഡഡ് ഫാമിലിനെ 3 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓർഡിനറി റെസിഡന്റ്, നോട്ട് ഓർഡിനറിലി റെസിഡന്റ്, നോൺ റെസിഡന്റ്. അതേസമയം ഫേം, കമ്പനിക്ക് ആണെങ്കിൽ 2 കാറ്റഗറി ഉണ്ടായിരിക്കുള്ളൂ, റെസിഡന്റും നോൺ റെസിഡന്റും. ഈ ചാർട്ട് എല്ലാവരും നോട്ട്ബുക്കിൽ വരച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് റെസിഡന്റ്, അതായത് ഓർഡിനറി റെസിഡന്റ്. സെക്ഷൻ 6(1)(6)(6)(a) ആണ് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിൽ ചില ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതായത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 2 ടെസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇയാള് റെസിഡന്റ് ആണോ, അത് നോൺ ഓർഡിനറിലി റെസിഡന്റ് ആണോ, അതെ നോൺ റെസിഡന്റ് ആണോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കാം. അതിൽ ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ 182 days ഓർ മോർ. 182 ദിവസം അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ, അതായത് അദ്ദേഹത്തിന്റെ പ്രസൻസ് എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രസൻസ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ, അത് 182 ദിവസം ഒരു വർഷത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ്, 182 അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? അയാളെ റെസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റിൽ നമ്മൾ നോക്കേണ്ടത് പ്രീവിയസ് ഇയറിൽ അദ്ദേഹം ഫിസിക്കലി 182 ദിവസത്തിൽ കൂടുതൽ, 182 അതിൽ കൂടുതൽ ദിവസങ്ങളോ ഇന്ത്യയിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്.
അത് ഇന്ത്യയിൽ എന്ന് പറഞ്ഞ സിറ്റീസിലായിരിക്കാം, വില്ലേജസ് ആയിരിക്കാം, ഹിൽ ഏരിയാസ് ആയിരിക്കാം, അല്ലെങ്കിൽ ടെറിട്ടറി ഏരിയാസ് ആയിരിക്കാം, വാട്ടർ ആയിരിക്കാം, എനി സോഴ്സ് ആയാലും കുഴപ്പമില്ല, എവിടെയാണെങ്കിലും കുഴപ്പമില്ല. 182 ദിവസം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പ്രൂഫ് കാണിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? റെസിഡന്റിനാണ്, SSCക്കാണ്. അദ്ദേഹത്തിന്റെ ഫിസിക്കൽ പ്രസൻസ് 182 അതിൽ കൂടുതൽ ദിവസം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ടെസ്റ്റ് 1 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 182 ദിവസം എന്ന് പറയുന്നത് ഒരു പ്രീവിയസ് ഇയറിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ 2 മാസം ഉണ്ടാവും, വീണ്ടും പോയി വന്നിട്ട് വീണ്ടും ചിലപ്പോൾ 1 മാസമായിരിക്കാം, അല്ലെങ്കിൽ 10 ദിവസമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വർഷം 90 ദിവസമായിരിക്കാം. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഒറ്റ സ്ട്രെച്ചിൽ 182 ദിവസം വേണമെന്ന് പറയുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ടായാലും കണ്ടിന്യൂസ് അല്ലെങ്കിലും ഒരു വർഷത്തിൽ, ഒരു പ്രീവിയസ് ഇയറിൽ അദ്ദേഹം എത്ര നാളാണോ ഫിസിക്കലി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ദിവസം അത് 182 ഉണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അത് ഫിസിക്കൽ പ്രസൻസ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? SSCക്കാണ്. The obligation to prove the number of days of stay in India lies on the SSC. SSC ആരാണോ അയാളാണ് എന്ത് ചെയ്യേണ്ടത്? അയാൾ എത്ര ദിവസം ഇന്ത്യയില് ഫിസിക്കലി ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ലെങ്കിൽ, ഇവിടെ ഉണ്ടെന്നുള്ളത് കാണിക്കാനായിട്ട് സാധിച്ചില്ല, ഇറ്റ് ഈസ് ഫോർ ഹിം ടു പ്രൂവ് ഇഫ് ഹി ഡിസയേഴ്സ് ടു ബി ടാക്സ്ഡ് ആസ് നോൺ റെസിഡന്റ് ഓർ നോട്ട് ഓർഡിനറി റെസിഡന്റ്. പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താവും? അദ്ദേഹം റെസിഡന്റോ അല്ലെങ്കിൽ നോട്ട് ഓർഡിനറിലി റെസിഡന്റോ ആയി തീരും. രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രസൻസ് ഫോർ 365 ഡേയ്സ് ഡ്യൂറിംഗ് ദ 4 preceding previous year and 60 days or more in that relevant previous year. അതായത് പ്രീവിയസ് ഇയറിൽ നേരത്തെ പറഞ്ഞ 182 ദിവസം ടെസ്റ്റ് 2 വരുന്നില്ല. മിനിമം എത്ര ദിവസം ഉണ്ടായാൽ മതി? 60 ദിവസം ഉണ്ടായാൽ മതി. പക്ഷെ തൊട്ട് മുമ്പുള്ള 4 വർഷങ്ങളിൽ, അതായത് പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷങ്ങളിൽ ടോട്ടൽ ഇന്ത്യയിൽ ഉണ്ടായ ദിവസം എത്ര വേണം? 365 ദിവസം വേണം. അപ്പോൾ ടെസ്റ്റ് നമ്പർ 2 എന്ന് പറയുന്നത് 365 ദിവസം 4 വർഷത്തിനുള്ളിൽ ഉണ്ടായിരിക്കണം. ഈ 4 വർഷം എന്ന് പറയുന്നത് ഏതാണ്? പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷത്തിനെയാണ് നമ്മൾ 4 preceding previous year ആയിട്ട് കണക്കാക്കുന്നത്. അത് 365 ദിവസവും വേണം. ആൻഡ് പ്രീവിയസ് ഇയറിൽ എത്ര ദിവസം ഉണ്ടായിരിക്കണം? 60 ദിവസം തന്നെ ഉണ്ടായിരിക്കണം. ഇയാൾ എന്തിനാണോ ഇന്ത്യയിൽ വന്നേ, ഫ്രീക്വന്റ് വിസിറ്റർ ആണോ, അതിന്റെ പർപ്പസ് എന്താണ്, അതിന്റെ ഒബ്ജക്റ്റ് എന്താണ്, റീസൺ എന്താണ്, അതൊന്നും റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ കാൽക്കുലേഷനിൽ അല്ലെങ്കിൽ വെരിഫിക്കേഷനിൽ ഒരു പ്രാധാന്യവും ഇല്ല. അയാള് ഫിസിക്കലി ഇത്രയും ദിവസങ്ങളിൽ, അതായത് 4 വർഷത്തിന് പ്രീവിയസ് ഇയറിന്റെ തൊട്ട് മുമ്പുള്ള 4 വർഷത്തിനുള്ളിൽ 365 ദിവസം ഉണ്ടോ, പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് ടെസ്റ്റ് 2 വെരിഫൈ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ ടെസ്റ്റ് 2 ഒരു കണ്ടീഷന് 2 എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. ഈ എക്സെപ്ഷൻസ് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ സിറ്റിസൺ ആണ് പക്ഷെ ജോബിന് വേണ്ടി വിദേശത്തേക്ക് പോയിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഷിപ്പിന്റെ ക്രൂ മെമ്പറോ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ 60 ദിവസം എന്ന് പറയുന്നത് മാറി വരുന്നുണ്ട്. അതായത് അണ്ടർ സെക്ഷൻ 6(1) പറഞ്ഞ ടെസ്റ്റ് എക്ക് മാറ്റമൊന്നുമില്ല. ടെസ്റ്റ് ബി എന്ന് പറയുന്നത് 60 days have been replaced to 182 days. 60 ദിവസം എന്ന് പറയുന്നത് 182 ദിവസമായിട്ട് മാറും. അതായത് ടെസ്റ്റ് ബിയില് ഉള്ള SSC എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആണ്, പക്ഷെ വിദേശത്ത് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവലോടുകൂടി ജോബിന് വേണ്ടി പുറത്തു പോയിട്ടുള്ള ആളോ അല്ലെങ്കിൽ ഇന്ത്യൻ ഷിപ്പിന്റെ ക്രൂ ആണെങ്കിൽ അയാൾക്ക് നമ്മൾ പറയുന്ന 2 കണ്ടീഷൻ എന്താണ്? 4 വർഷത്തിനുള്ളിൽ 365 ദിവസം അല്ലെങ്കിൽ 60 ദിവസം പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. 60 ദിവസം എന്ന് പറയുന്നത് എന്തായിട്ട് റീപ്ലേസ് ചെയ്തു? 182 ദിവസമായിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അയാൾ 60 ദിവസം നിന്നാ പോരാ, എത്ര ദിവസം നിൽക്കണം? 382 ദിവസം നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രസൻസ്
റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വരുന്നുള്ളൂ. ഇനി രണ്ടാമത്തെ എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഇന്ത്യൻ ഒറിജിൻ ആണ്, പക്ഷേ ഫോറിൻ നാഷണാലിറ്റി ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പുറത്തായിരിക്കും അയാൾ താമസിക്കുന്നത്. അപ്പൊ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, ഇന്ത്യൻ ഒറിജിൻ ആയിരിക്കണം, പക്ഷെ നാഷണാലിറ്റി എന്ന് പറയുന്നത് ഫോറിൻ ആണ്. അയാൾ ഔട്ട്സൈഡ് ഇന്ത്യയിൽ താമസിക്കുന്ന ആളാണെങ്കിലും ടെസ്റ്റ് എ സെയിം ആയിരിക്കും. ടെസ്റ്റ് ബിയിൽ 60 ദിവസം എന്ന് പറയുന്നത് 182 ദിവസമായിട്ട് മാറിയിരിക്കും. അപ്പോൾ പ്രീവിയസ് ഇയറിൽ 182 ദിവസം നിന്നിരിക്കണം. അതുപോലെ തന്നെ തൊട്ട് മുമ്പുള്ള 4 പ്രസീഡിങ് ഇയേഴ്സിൽ ടോട്ടൽ 365 ദിവസം നിന്നാൽ മതി. അപ്പോൾ ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബോൺ ആൻഡ് ബോട്ടപ്പ് എവിടെയായിരിക്കും? ബോൺ ഇൻ ഇന്ത്യ ആയിരിക്കണം. ബോൺ ഇൻ ഇന്ത്യ ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പറയുന്നുള്ളൂ? ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയും. എ പേഴ്സൺ shall be deemed to be of Indian origin if he or either of his parents or any of his grandparents was born in India or undivided India. നമ്മുടെ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പൂർവ്വപിതാക്കന്മാർ ഇന്ത്യക്കാരനാണെങ്കിൽ അവരെ നമ്മൾ എന്തായിട്ട് പറയുന്നു? ഇന്ത്യൻ ഒറിജിൻ ആയിട്ട് പറയുന്നു. അപ്പോൾ ഈ രണ്ട് എക്സെംഷൻ കേസുകൾ നേരത്തെ പറഞ്ഞ ടെസ്റ്റ് ബിയില് അല്ലെങ്കിൽ ടെസ്റ്റ് 2 അപ്ലിക്കബിൾ ആണ്. ഓക്കെ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആണ്. നോട്ട് ഓർഡിനറിലി റെസിഡന്റ് എന്ന് പറയുന്നത് സെക്ഷൻ 6(6) ആണ് പറയുന്നത്. ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത് ഹി വാസ് നോൺ റെസിഡന്റ് ഇൻ ഇന്ത്യ ഫോർ 9 previous years out of 10 previous years preceding the relevant previous year. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 9 വർഷവും അയാൾ എന്തായിരിക്കണം? ഒരു നോൺ റെസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കണം. നോൺ റെസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അയാൾ എന്തായിട്ട് പറയും? നോട്ട് ഓർഡിനറിലി റെസിഡന്റ് എന്ന് പറയും. അല്ലെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ ഓറാണ് പറയുന്നത്. ചില സമയത്ത് ഓറ് പറയും, ചില സമയത്ത് ആൻഡ് പറയും. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഓറാണ്. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 7 വർഷത്തിനുള്ളിൽ അയാള് എത്ര നാള് ഇന്ത്യയിൽ ഉണ്ടായിരിക്കും? ഹി വാസ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓർ പീരീഡ്സ് അഗ്രഗേറ്റിംഗ് ഇൻ ഓൾ ടു 729 days or less during 7 previous years. 729 ദിവസത്തിൽ താഴെ, അതായത് അയാൾക്ക് ഇന്ത്യയിൽ നിൽക്കാൻ പറ്റാവുന്ന മാക്സിമം ദിവസം എത്രയാണ്? 729 ദിവസമാണ്. ആ 729 ദിവസത്തിൽ കൂടി കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ അപ്ലിക്കബിൾ ആവില്ല. അപ്പൊ 729 അതിൽ താഴെയോ വന്നു കഴിഞ്ഞാൽ മാത്രമേ നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആവുന്നുള്ളൂ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, 2 കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് അപ്ലിക്കബിൾ ആണെങ്കിൽ അയാൾ ആരായിരിക്കും? നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആണ്. 10 പ്രീവിയസ് ഇയർ നോക്കാം. നമ്മളുടെ ഇപ്പോഴത്തെ പ്രീവിയസ് ഇയറിന്റെ തൊട്ട് മുമ്പുള്ള 10 കൊല്ലത്തിൽ 9-10 കൊല്ലം അയാൾ നോൺ റെസിഡന്റ് ആണെങ്കിൽ അയാൾ എന്തായിട്ട് പറയും? നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആയിട്ട് പറയും. രണ്ടാമത്തെ കണ്ടീഷൻ ഓർ കണ്ടീഷൻ ആണ്. എന്താണ് പറയുന്നത്? പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 7 കൊല്ലം നോക്കാം. ആ 7 കൊല്ലത്തിനുള്ളിൽ 729 ദിവസം അയാൾ ഇന്ത്യയിൽ ഉണ്ടായെങ്കിൽ അയാളെ നമ്മൾ എന്തായിട്ട് പറയും? 729 താഴെയാണെങ്കിൽ നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആണെന്ന് പറയും. അപ്പൊ ഈ 2 കണ്ടീഷനും പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് പഠിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഓർഡിനറി റെസിഡന്റും നോട്ട് ഓർഡിനറി റെസിഡന്റും, അതായത് റെസിഡന്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? ഓർഡിനറി റെസിഡന്റും അതുപോലെ തന്നെ നോട്ട് ഓർഡിനറി റെസിഡന്റും ആവാം. ഇതിന്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഓർഡിനറി റെസിഡന്റും നേരത്തെ പറഞ്ഞ കണ്ടീഷൻ തന്നെ ഒരു കമ്പാരിസൺ സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഓർഡിനറി റെസിഡന്റ് ഉണ്ട്, റെസിഡന്റ് ആണ്, പക്ഷേ നോട്ട് ഓർഡിനറിലി റെസിഡന്റ്, ഈ 2 കാറ്റഗറിയാണ്.
ഇതൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ ടെസ്റ്റ് 1ഉം ടെസ്റ്റ് 2ഉം കൂടി ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയാണ്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓർഡിനറി റെസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he was in India for a period or periods totaling in all to 182 days or more during relevant previous year. 182 ദിവസം പ്രീവിയസ് ഇയറിൽ മിനിമം ഉണ്ടായിരിക്കണം. 182-ൽ അതിൽ കൂടുതലും ഉണ്ടെങ്കിലാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ 4 പ്രീവിയസ് ഇയർ നോക്കിയാൽ, അതായത് ഇപ്പോഴത്തെ പ്രീവിയസ് ഇയറിന്റെ തൊട്ട് മുമ്പുള്ള 4 വർഷം കൂടി 365 ദിവസം നിൽക്കുകയോ ചെയ്താൽ മതി. രണ്ട് കണ്ടീഷനാണ് പറയുന്നത്. 60 days or more during the relevant previous year and 60 ദിവസം പ്രീവിയസ് ഇയറിൽ നിൽക്കും വേണം. 4 വർഷം തൊട്ട് മുമ്പുള്ള 4 വർഷം നോക്കുമ്പോൾ 365 ദിവസം ഉണ്ടാവുകയും വേണം. പിന്നെ പറയുന്നത് ആൻഡ് ആണ്. മസ്റ്റ് ബി റെസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ റെസിഡന്റ് ആയിരിക്കണം. എത്ര വർഷത്തിനുള്ളില്? തൊട്ട് മുമ്പുള്ള 10 വർഷത്തിൽ 2 വർഷം അയാൾ ആരായിരിക്കണം? റെസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കണം. അതാണ് സെക്കൻഡ് കണ്ടീഷൻ. ആൻഡ് ആണ്, ഓറല്ല. ഇനി മൂന്നാമത്തെ ഒരു കണ്ടീഷനും കൂടിയും പറയുന്നത് മസ്റ്റ് ഹാവ് സ്റ്റേഡ് ഇൻ ഇന്ത്യ ഫോർ 730 days or more during 7 previous years preceding the relevant previous year. ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ തൊട്ട് മുമ്പുള്ള 7 പ്രീവിയസ് ഇയറിൽ അയാൾ എത്ര ദിവസം നിന്നിരിക്കണം? 730 ദിവസം നിന്നിരിക്കണം. അപ്പൊ വീണ്ടും ഞാൻ ഓർഡിനറി റെസിഡന്റിന്റെ രണ്ടാമത്തെ കണ്ടീഷൻ പറയാം. കണ്ടീഷൻ 1 എന്ന് പറയുന്നത് എന്താണ്? പ്രീവിയസ് ഇയറിൽ 60 ദിവസവും തൊട്ട് മുമ്പുള്ള 4 പ്രീവിയസ് ഇയർ കൂടി കൂട്ടുമ്പോൾ 365 ദിവസമെങ്കിലും അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 10 പ്രീവിയസ് ഇയർ നോക്കുമ്പോൾ അതിൽ 2 പ്രീവിയസ് ഇയർ എങ്കിലും അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് റെസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കണം. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് തൊട്ട് മുമ്പുള്ള 7 പ്രീവിയസ് ഇയർ നോക്കുമ്പോൾ അദ്ദേഹം 730 ദിവസത്തിനേക്കാൾ കൂടുതൽ ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ഒരാളെ മാത്രമേ ഓർഡിനറി റെസിഡന്റ് ആയിട്ട് പറയാനായിട്ട് പറ്റുള്ളൂ. ഇനി നോട്ട് ഓർഡിനറി റെസിഡന്റിന്റെ ഭാഗം നോക്കാം. എ കണ്ടീഷൻ സെയിം ആണ്. ഒരു വ്യത്യാസം എ കണ്ടീഷൻ ഇല്ല. ബി കണ്ടീഷനിൽ ആദ്യം പറയുന്ന കാര്യം സെയിം തന്നെയാണ്. അതായത് പ്രീവിയസ് ഇയറിൽ 60 ദിവസം നിൽക്കണം. തൊട്ട് മുമ്പുള്ള 4 വർഷത്തിൽ 365 ദിവസമെങ്കിലും നിൽക്കണം. നെക്സ്റ്റ് കണ്ടീഷൻ വ്യത്യാസമാണ്. വാസ് നോൺ റെസിഡന്റ് ഇൻ ഇന്ത്യ in 9 or 10 previous years out of 10 previous years preceding the relevant previous year. തൊട്ട് മുമ്പുള്ള 10 വർഷത്തിൽ 9-10 വർഷം അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്തായിരിക്കണം? നോൺ റെസിഡന്റ് ഇൻ ഇന്ത്യ ആയിരിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞതൊന്നും നോക്കാം, ഇപ്പുറത്തേക്കൊന്നും നോക്കാം. അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? 10-ൽ 2 വർഷം അയാൾ റെസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കണം. ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത്? 10-ൽ 9-10 വർഷം അവൻ ആരായിരിക്കണം? നോൺ റെസിഡന്റ് ഇൻ ഇന്ത്യ ആയിരിക്കണം. ഓർ കണ്ടീഷൻ എന്താണ് പറയുന്നത്? വാസ് ഇൻ ഇന്ത്യ ഫോർ ലെസ് ദാൻ 730 days during 7 previous years preceding the relevant previous year. നേരത്തെ ഓർ കണ്ടീഷൻ എന്താണ് പറയുന്നത്? 730 ദിവസം അതിൽ കൂടുതലോ 7 വർഷത്തെ അയാളുടെ ഇന്ത്യയിലെ വാസം എന്ന് പറയുന്നത് 730 ദിവസമോ അതിൽ കൂടുതലോ ആയിരിക്കണം. ഇവിടെ എന്താണ് പറയുന്നത്? 730 ദിവസത്തിൽ താഴെയായിരിക്കണം. ലെസ് ദാൻ 730 days. ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യുക, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. നേരത്തെ പറഞ്ഞത് റെസിഡന്റിൽ പറയുന്നത് 730 ദിവസത്തിൽ കൂടുതൽ വേണം. 7 വർഷത്തിൽ നിന്ന ദിവസങ്ങൾ നോക്കുമ്പോൾ 730 ദിവസത്തിൽ കൂടുതൽ വേണം. നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ 7 വർഷത്തിനുള്ളിൽ 730 ദിവസത്തിൽ താഴെ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവുള്ളൂ. ഇനിയിപ്പോ നമ്മൾ നേരത്തെ തുടങ്ങി തന്നെ പറഞ്ഞു തുടങ്ങി 182 ദിവസം, 60 ദിവസം, 365 ദിവസം, 730 ദിവസം എന്നൊക്കെ. ഈ ദിവസങ്ങൾ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രീവിയസ് ഇയർ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്. ഇപ്പൊ തുടങ്ങിയാവും. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രീവിയസ് ഇയർ എന്താണെന്നും അസസ്മെന്റ് ഇയർ എന്താണെന്നും ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്.
അപ്പൊ ഈ ദിവസം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ഈ 182 ദിവസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ 60 ദിവസം എന്ന് പറയുന്നതാണ് ഏറ്റവും ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് നമ്മളുടെ പ്രീവിയസ് ഇയറിൽ, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ, പ്രീവിയസ് ഇയർ തന്നെയാണ് ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് വരിക. ആ പ്രീവിയസ് ഇയറിൽ ഇദ്ദേഹം എത്ര നാൾ ഇവിടെ നിന്നു എന്നറിയണമെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 12 മാസങ്ങൾ ഏതാണെന്നും ആ 12 മാസങ്ങളിൽ എത്ര ദിവസങ്ങൾ ഉണ്ട് എന്ന് കറക്റ്റ് ആയിട്ട് അറിയണം. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ആ മിസ് എന്തുട്ടാ പറയണേ, ഇത് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യല്ലേ, ഓരോ മാസങ്ങളിൽ എത്ര ദിവസം ഉണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ പല കുട്ടികളും തെറ്റിക്കാണ് പതിവ്. അപ്പൊ നിങ്ങൾക്കറിയാം എന്നുണ്ടെങ്കിൽ ഞാനൊരു സൂത്രം പറഞ്ഞുതരാണ് ദിവസം കാൽക്കുലേറ്റ് ചെയ്യാണ്. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ കൈയിന്റെ മുഷ്ടി ഒന്ന് മടക്കി പിടിക്കുക, അതായത് കൈവിരല് ഒന്ന് ചുരുട്ടി പിടിക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് നോക്കുക. നോക്കുമ്പോ എന്തുണ്ടാവുക, 4 മുഴകളും 3 കുഴികളും കാണാം. നമ്മുടെ വിരലിന്റെ എൻഡിന്റെ ഭാഗത്ത് കൈ ചുരുട്ടി പിടിക്കുമ്പോൾ 4 മുഴകളും 3 കുഴികളും കാണും. ഈ മുഴകളുള്ള മാസങ്ങളിൽ അവിടുന്ന് നമ്മൾ സ്റ്റാർട്ടിങ് ചെറുവിരലിന്റെ അവിടുത്തെ മുഴയമെന്നാണ് തുടങ്ങുക. ജനുവരി, ഫെബ്രുവരി കുഴിയിൽ പോയി മാർച്ച് മുഴയിലാണ് നിൽക്കുന്നത്, ഏപ്രിൽ കുഴിയിൽ പോയി മെയ് മുഴയിലാണ് നിൽക്കുന്നത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. മുഴ വരുന്ന മാസങ്ങളൊക്കെ 31 ദിവസവും കുഴിയിൽ പോകുന്ന മാസങ്ങളൊക്കെ 30 ദിവസവുമാണ് വരാം. ഇതിലൊരു ഒഴിവുള്ളത് ഫെബ്രുവരിയാണ്. നമുക്കറിയാം ലീപ്പ് ഇയർ വെച്ചിട്ട് ഫെബ്രുവരിയിലെ ദിവസങ്ങൾക്ക് മാറ്റം വരാനായിട്ട് സാധ്യതയുണ്ട്. നമ്മളിപ്പോ ഈ ഫെബ്രുവരിയിൽ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 28 ദിവസമായിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാറ്. അപ്പോൾ 182 ദിവസം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ മാസങ്ങളിലും എത്ര ദിവസമുണ്ട് എന്ന് നോക്കിയിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോ ഒരാൾ വന്നിട്ടുള്ളത് 15-ാം തീയതി എന്ന് വിചാരിക്കുക. അപ്പോ 15-ാം തീയതി, ജൂൺ 15-ാം തീയതി വന്നു. അപ്പൊ അയാളുടെ ആ മാസത്തെ ദിവസം നിങ്ങൾ എങ്ങനെയാണ് നോക്കുന്നത്? ഇൻക്ലൂഡിങ് 15th, 15-ാം തീയതി അയാളുടെ ഫിസിക്കൽ പ്രിഫറൻസ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പൊ അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, നമ്മളുടെ ഇതിൽ പറയുന്ന ടെസ്റ്റിൽ പറയുന്ന ദിവസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ ജൂൺ 15-ാം തീയതി വന്ന ഒരാളുടെ ദിവസം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 15, 16, 17, 18, 19, 20. അപ്പൊ എത്ര ദിവസമായി? 6 ദിവസമായി. 20 കഴിഞ്ഞ ജൂണിൽ 30 ദിവസമാണ്, അഗെയിൻ ഒരു 10 days. അപ്പൊ അങ്ങനെ വെച്ചിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അയാൾ വന്ന ദിവസവും അയാൾ പോകുന്ന ദിവസവും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര ദിവസം അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വന്ന ദിവസം പോയ ദിവസം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ എക്സാമ്പിളിൽ നോക്കുമ്പോൾ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഈ തേർഡ് കാറ്റഗറി ആണ് വരുന്നത് നോൺ റെസിഡന്റ്. സെക്ഷൻ 230 ആണ് ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം ആരാണ് നോൺ റെസിഡന്റ് എന്ന് പറയുന്നത്. ഈ നോൺ റെസിഡന്റ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോ ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത് എയും ബിയും കണ്ടീഷൻ ഇല്ലാത്ത ആളെ നമ്മൾ നോൺ റെസിഡന്റ് എന്ന് പറയുന്നു. നിങ്ങൾ എക്സാമില് ഇങ്ങനെ എഴുതിയാ പോരാ. ടെസ്റ്റ് എ എന്താന്ന് പറയാ, ടെസ്റ്റ് ബി എന്താന്ന് പറയാ. അത് രണ്ടും ഫോളോ ചെയ്യാത്ത ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ റെസിഡന്റ് എന്ന് പറയുന്നത്. അയാള് 182 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവില്ല പ്രീവിയസ് ഇയറിൽ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ മുൻ വർഷങ്ങളിൽ അയാള് റെസിഡൻഷ്യൽ കാറ്റഗറി ഉണ്ടാവില്ല. അതുപോലെ തന്നെ അയാള് 7 പ്രീവിയസ് ഇയർ നോക്കുമ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും ഫുൾഫിൽ ചെയ്യുന്നില്ലെങ്കിൽ ആ ആളെ നമ്മൾ എന്ത് പറയുന്നു? നോൺ റെസിഡന്റ് ആയിട്ട് പറയുന്നു. അപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് മൈ സ്റ്റാറ്റസ് ഇഫ് ഐ ഹാവ് റീസെന്റ് റിട്ടേൺ ടു ഇന്ത്യ? ഞാൻ ഇന്ത്യയിലായിരുന്നു, പക്ഷേ ഞാൻ വിദേശത്തായിരുന്നു, ഞാൻ ഇപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. ഐ ഹാവ് റീസെന്റ് റിട്ടേൺ ടു ഇന്ത്യ. ഞാൻ വിദേശിയായിരുന്നു, ഞാൻ ഇപ്പോൾ തൽക്കാലം നാട്ടിലേക്ക് വന്നു. മുൻ വർഷങ്ങളിൽ എനിക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടോ? ഇല്ല. ഞാൻ റെസിഡന്റും അല്ല, നോട്ട് ഓർഡിനറി റെസിഡന്റ് അല്ല. മുൻ വർഷങ്ങളിൽ കഴിഞ്ഞ 10 വർഷം നോക്കുകയാണെങ്കിൽ ഞാൻ റെസിഡന്റ് അല്ല, നോട്ട് ഓർഡിനറി റെസിഡന്റും അല്ല. ഞാൻ ആരാണ്? NRI ആണ്. ഇപ്പൊ ജസ്റ്റ് ഇന്ത്യയിലേക്ക് വന്നിട്ടേ ഉള്ളൂ.
അപ്പൊ എൻ്റെ റെസിഡൻഷ്യൽ കാറ്റഗറി എന്തായിരിക്കും? NRI ആയിരിക്കും. അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻസും നമ്മൾ ഫുൾഫിൽ ചെയ്യാത്തതുകൊണ്ട് ഇയാൾ ആരായിരിക്കും? NRI ആയിരിക്കും. അതായത് നോൺ റെസിഡന്റ് ആയിരിക്കും. ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് മിസ്റ്റർ എ ലെഫ്റ്റ് ഇന്ത്യ ഫോർ കാനഡ on 15th May 2017 after staying in India for 10 years. He came back on 1st September 2019, determine his residential status for the assessment year 2020-21. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഈ എക്സാമ്പിള് നിങ്ങളുടെ നോട്ടിലേക്ക് പകർത്തിയെടുക്കണം. പകർത്തിയെടുത്തിട്ട് കറക്റ്റായിട്ട് ഞാൻ പറയുന്ന കാൽക്കുലേഷൻസ് കറക്റ്റായിട്ട് ചെയ്തേ പറ്റൂ. ഇപ്പൊ മുമ്പ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അസസ്മെന്റ് ഇയർ എന്താണെന്നും പ്രീവിയസ് ഇയർ എന്താണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ എക്സാമ്പിളിൽ ആദ്യം എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. അപ്പൊ അസസ്മെന്റ് ഇയർ ആണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് അയാൾ നിൽക്കുന്നത് ഏത് വർഷത്തെയാണ് നമ്മളെന്നൊക്കെ നോക്കേണ്ടത്? പ്രീവിയസ് ഇയറിൽ 182 ദിവസം നിന്നിട്ടുണ്ടോ? അതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ നോക്കേണ്ടത്. അപ്പൊ ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ ദ അസസ്മെന്റ് ഇയർ 2020-21. അപ്പോ അസസ്മെന്റ് ഇയർ 2021 ആണെങ്കിൽ അതിന്റെ പ്രീവിയസ് ഇയർ എന്തായിരിക്കും? തൊട്ടു മുൻപുള്ള ഫിനാൻഷ്യൽ ഇയർ അല്ലേ? അതായത് 2019 to 2020 അതാണ് നമ്മളുടെ പ്രീവിയസ് ഇയർ വരിക. അപ്പൊ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 1/4/2019 മുതൽ 31/3/2020 വരെയാണ് പ്രീവിയസ് ഇയർ. അപ്പൊ അസസ്മെന്റ് ഇയർ ആണ് നിങ്ങളുടെ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നോട്ട് ചെയ്യേണ്ടത് എന്നാണ്? വിച്ച് ഈസ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയർ ഏതാണ് ആദ്യം കണ്ടുപിടിച്ചിട്ട് എഴുതണം. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാം. ഇയാള് ലെഫ്റ്റ് ഇന്ത്യ ഫോർ കാനഡ, കാനഡയിലേക്ക് പോയത് എന്നാണ്? 15th May 2017. എത്ര വർഷം താമസിച്ചിട്ടാണ് അയാൾ 15th May 2017 പോയത്? 10 വർഷം ഇവിടെ താമസിച്ചിട്ടാണ് പോയിട്ടുള്ളത്. He came back on 1st September 2019. ഇയാൾ തിരിച്ചു വന്നത് എന്നാണ്? 1st September 2019. പിന്നെ അയാൾ പോയിട്ടില്ല, ഇതുവരെ ആയിട്ട് അയാൾ പോയിട്ടില്ല. അതായത് അയാൾ 31st March 2020 വരെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എവിടെ തുടങ്ങിയിട്ടാ? 1/4/2019 മുതൽ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇയാൾ ഇന്ത്യയുടെ ഫിസിക്കൽ പ്രസൻസ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് മുതലാണ്? 1st September 2019. വീണ്ടും മുഷ്ടി ചുരുട്ടി പിടിക്കുക, എന്നിട്ട് നോക്കുക എവിടെയാണ് സെപ്റ്റംബർ എന്ന് പറയുന്ന മാസം വരുന്നത്. ഓഗസ്റ്റ് വരുന്നത് മുഴയിലാണ്. ഓഗസ്റ്റ് കഴിഞ്ഞ് തൊട്ടപ്പുറത്തെയാണ് സെപ്റ്റംബർ. അപ്പൊ സെപ്റ്റംബർ കുഴിയിലായതുകൊണ്ട് എത്ര ദിവസമേ ഉള്ളൂ? 30 ദിവസമേ ഉള്ളൂ. ഒക്ടോബർ മുഴയിലായതുകൊണ്ട് എത്ര ദിവസമുണ്ട്? 31 ദിവസമുണ്ട്. നവംബർ അഗെയിൻ കുഴിയിലാണ്, 30 ദിവസം. ഡിസംബർ 31. ഇനി ജനുവരി വീണ്ടും ആദ്യം തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുക. ചെറുവിരലിന്റെ അടുത്തുള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. ജനുവരിയിൽ 31, ഫെബ്രുവരി 28, മാർച്ച് 31. ഇത്രയും ദിവസങ്ങളിലാണ് മിസ്റ്റർ എ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കൂ. എത്ര ദിവസം കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 212 ദിവസം അദ്ദേഹം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ആയിട്ടുള്ള ഇന്ത്യയിലെ പ്രീവിയസ് ഇയറിൽ 182 ദിവസം ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ടോട്ടൽ ഡേയ്സ് 212. ഹെൻസ് ഹി സാറ്റിസ്ഫൈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ ആണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാനായിട്ട്, രണ്ട് കണ്ടീഷനും ഫുൾഫിൽ ചെയ്താൽ മാത്രമേ അയാൾ ആരാകുന്നുള്ളൂ? റെസിഡന്റ് ആകുന്നുള്ളൂ. അപ്പൊ സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. ഹി ലെഫ്റ്റ് ഇന്ത്യ ആഫ്റ്റർ സ്റ്റേയിങ് 10 years in India. 10 കൊല്ലം ഇവിടെ താമസിച്ചിട്ടാണ് അയാൾ പോയിട്ടുള്ളത് അല്ലേ? അയാൾ എന്നാണ് പോയിട്ടുള്ളത്? ലെഫ്റ്റ് ഇന്ത്യ ഫോർ കാനഡ 15th May 2017. അപ്പൊ നമ്മളുടെ പ്രീവിയസ് 10 yearsൽ അദ്ദേഹം എത്ര നാൾ ഇവിടെ നിന്നിരിക്കണം? 2 വർഷമെങ്കിലും ഇവിടെ നിന്നിരിക്കണം. അതാണ് സെക്കൻഡ് കണ്ടീഷൻ അല്ലേ? അതായത് തൊട്ടു മുമ്പത്തെ 10 വർഷം എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ 2019-20 മുമ്പുള്ള 10 വർഷം നോക്കാം. ഇങ്ങനെയാണ് 10 പ്രീവിയസ് ഇയർ നോക്കാം. 1920 ആണെങ്കിൽ
നിങ്ങൾ നോട്ട് ചെയ്യാട്ടോ. നോട്ടില് 1819, 1718, 1617 അങ്ങനെ ഇങ്ങോട്ട് പോട്ടെ, മുന്നില് മേലേക്ക് പോട്ടെ, മുമ്പത്തെ 10 വർഷത്തിലേക്ക് പോകട്ടെ. അങ്ങനെ പോകുമ്പോ ഇയാള് 15th May 2017 അയാൾ കാനഡയിലേക്ക് പോയിട്ടുള്ളൂ. അപ്പൊ മുന്നത്തെ 10 വർഷത്തിൽ 2 കൊല്ലം അയാൾ ഇവിടെ നിന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സെക്കൻഡ് കണ്ടീഷനും ഒക്കെ അല്ലേ? സോ ഹി സാറ്റിസ്ഫൈസ് ബോത്ത് അഡീഷണൽ കണ്ടീഷൻ. 2 അഡീഷണൽ കണ്ടീഷനും അയാൾ ഫോളോ ചെയ്യുന്നുണ്ട്. 2 കണ്ടീഷനും അയാൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് അയാൾ ആരാണ്? ഈസ് റെസിഡന്റ് ഇന്ത്യ. ഒന്നും കൂടി ശ്രദ്ധിച്ചിട്ട് നോക്കാം. എക്സാമ്പിൾ നോക്കാം. എങ്ങനെയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തതെന്ന് നോക്കാം. ഞാൻ പറഞ്ഞ എക്സ്പ്ലനേഷൻ നോക്കാം. എന്നിട്ട് നിങ്ങളുടെ നോട്ടിൽ കറക്റ്റ് ആയിട്ട് ഈ ദിവസങ്ങൾ എഴുതി വെക്കുക. വീണ്ടും അത് കൂട്ടി നോക്കാം. എന്നിട്ട് നമ്മുടെ കണ്ടീഷൻസ് നോക്കാം. ആ കണ്ടീഷൻസിൽ ഏതൊക്കെയാണ് അയാൾ ഫുൾഫിൽ ചെയ്തതെന്ന് നോക്കുക. അതിനുശേഷം മാത്രമേ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ എങ്ങനെയാണ് ആ പ്രൊസീജിയർ പോയെന്നുള്ളത് ഏകദേശം മനസ്സിലായില്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻട്രക്ഷൻ സമയത്ത് നിങ്ങൾ ചോദിച്ചോളൂ. പിന്നെ നിങ്ങൾ പഴയ ടെക്സ്റ്റ് വാങ്ങിച്ചവര് അതിൽ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 3 എക്സാമ്പിൾ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കിയുള്ള എക്സാമ്പിളുകൾ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിയിട്ട് പറയണം. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. മിസ്റ്റർ ബി, an Indian citizen working in Dubai since 2011, comes on a visit to India every year for 90 days up to 31st March 2019. During the year 2019-20, he was in India for 185 days. Determine his residential status for the previous year 2019-2020. Okay. അപ്പം നമുക്ക് കഴിഞ്ഞ കണക്കിൽ നമുക്ക് അസസ്മെന്റ് ഇയർ തന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നത്? പ്രീവിയസ് ഇയർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നത് അല്ലേ? ഇവിടെ നമുക്ക് പ്രീവിയസ് ഇയർ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് തന്നിട്ടുണ്ട് എന്ത്? പ്രീവിയസ് ഇയർ 2019-20 ആണെന്ന്. അപ്പൊ നമുക്ക് ഇവിടെ വീണ്ടും ആ പ്രീവിയസ് ഇയർ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ 2019-2020 അയാൾ 185 ദിവസം ഇന്ത്യയിൽ ഉണ്ടായി എന്ന് പറഞ്ഞു. പിന്നെ ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? നമുക്ക് ഫസ്റ്റ് കണ്ടീഷനിൽ നമുക്ക് എത്ര ദിവസം അയാൾ ഇന്ത്യയിൽ നിന്നാ മതി? 182 ദിവസം നിൽക്കണ്ടോ? അപ്പൊ ഇവിടെ ചോദ്യത്തിൽ തന്നെ എന്ത് പറയുന്നുണ്ട്? അയാള് പ്രീവിയസ് ഇയറിൽ 185 ദിവസം ഇവിടെ നിന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഇവിടെ നമുക്ക് പ്രീവിയസ് ഇയറും കാൽക്കുലേറ്റ് ചെയ്യണ്ട, എത്ര ദിവസം പ്രീവിയസ് ഇയറിൽ ഇവിടെ ഉണ്ടായി എന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ എക്സംഷൻ കേസ് ആണ് വന്നിട്ടുള്ളത്. ഇന്ത്യൻ സിറ്റിസൺ ആണ്, പക്ഷേ അയാള് ദുബായിൽ വർക്ക് ചെയ്യാണ്. 2011 തുടങ്ങിയിട്ട് ദുബായിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ജോബിന് വേണ്ടിയിട്ട് ഔട്ട്സൈഡ് പോയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസന്റെ കാറ്റഗറി ആണ് വരുന്നത്. അപ്പൊ അതിലും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? 60 ദിവസം റീപ്ലേസ് ടു 185 ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് 185 ദിവസം അയാൾ നിന്നത് കൊണ്ട് അത് ഓക്കെയാണ്, നോ പ്രോബ്ലം. അപ്പൊ അത് ഓക്കെ. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് നോക്കേണ്ടത്? ഫസ്റ്റ്, ഹി വാസ് ഇൻ ഇന്ത്യ ഫോർ 185 ഡേയ്സ്, സോ ഹി സാറ്റിസ്ഫൈസ് ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ. ഇനി ബട്ട് ഹി വാസ് നോട്ട് ഇൻ ഇന്ത്യ ഫോർ 9 or 10 പ്രീവിയസ് ഇയേഴ്സ്. അയാള് കഴിഞ്ഞ 10 വർഷത്തിൽ അയാള് 9-10 വർഷം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ പ്രീവിയസ് ഇയർ ഒന്ന് എഴുതി നോക്കാം. 2019-20 ആണ് പ്രീവിയസ് ഇയർ എന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള 10 വർഷം നിങ്ങൾ എഴുതി നോക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 18-19, 17-18, 16-17, 15-16, 14-15 അങ്ങനെ ഇങ്ങോട്ട് എഴുതിക്കോളൂ. 10 വർഷം കൂടെ എഴുതിക്കോളൂ. ഈ 10 വർഷങ്ങളിൽ അയാൾ ഇവിടെ ഉണ്ടായിരുന്നോ? അയാള് വർക്കിംഗ് ഇൻ ദുബായ് സിൻസ് 2011 തുടങ്ങിയിട്ട് അയാൾ ഇവിടെ ഇല്ല. അപ്പൊ അയാൾ 9-10 വർഷം തൊട്ട് മുമ്പത്തെ 10 പ്രീവിയസ് ഇയറിൽ അയാൾ ഉണ്ടായിട്ടുണ്ടോ? അയാൾ ഉണ്ടായിട്ടില്ല. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് നോക്കി നോക്കാം, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോന്ന്. ഒരു ഓർ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. 7 പ്രൊസീഡിങ് ഇയേഴ്സില് അയാള് എത്ര ദിവസം നിൽക്കണം? 730 ദിവസം ത്തിൽ കൂടുതൽ നിന്നാൽ റെസിഡന്റ് ആവും, അല്ലെങ്കിൽ നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആവും. അതല്ലേ നമ്മുടെ കണ്ടീഷൻ? 730 കൂടുതലാണെങ്കിൽ റെസിഡന്റ് ആവും, 730 കുറവാണെങ്കിൽ നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആവും.
കഴിഞ്ഞ 7 കൊല്ലത്തിൽ ഇയാള് എന്താ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ശ്രദ്ധിക്കുക. comes on a visit to India every year for 90 days up to 31st March 2019. തൊട്ടു മുമ്പുള്ള 7 വർഷവും അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? 90 ഡേയ്സിന് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അപ്പോ 7 വർഷവും 90 ദിവസം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ that means 90 days into 7 years എന്ന് പറയുമ്പോൾ എത്ര ദിവസേ ആയുള്ളൂ? 630 ദിവസേ ആയിട്ടുള്ളൂ. നമുക്ക് എത്ര ദിവസമാണ് നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത്? നമ്മുടെ റെസിഡൻഷ്യൽ കാറ്റഗറി നോൺ റെസിഡന്റ് ആവുമ്പോൾ, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവുമ്പോൾ ആ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എത്ര ദിവസമാണ്? 730 ദിവസം. അപ്പൊ ഇയാൾ 729 ദിവസത്തിന് 729 അതിൽ താഴെയോ വന്നാൽ അയാൾ ആരായി മാറും? നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ട് മാറും. അപ്പൊ ഈ കേസില് നമ്മളുടെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലും സെക്കൻഡ് കണ്ടീഷൻ അയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് അയാൾ റെസിഡൻഷ്യൽ കാറ്റഗറി ആവില്ല. അയാൾ ആരായി മാറും? നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ട് മാറും. ക്ലിയർ ആയിട്ട് എക്സാമ്പിൾ എല്ലാവരും എഴുതിയെടുക്കുക. നന്നായി ശ്രദ്ധിച്ചിട്ട് നോക്കണം. ഇതില് പ്രീവിയസ് ഇയറിന്റെ കാൽക്കുലേഷൻ ആവശ്യമില്ല. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ എത്ര ദിവസം നിന്നു എന്നുള്ളത് ഡേയ്സ് വൈസ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് രണ്ടും ചോദ്യത്തിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സെക്കൻഡ് കണ്ടീഷൻ മാത്രമേ നമ്മൾ വെരിഫൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. എല്ലാവരും ഏത് പ്രോബ്ലം വന്നാലും റെസിഡൻഷ്യൽ കാറ്റഗറി ആണെങ്കിൽ തൊട്ട് മുമ്പുള്ള 10 വർഷം നിങ്ങൾ എഴുതി വെക്കണം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നു. അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ 2019-20 ആണെങ്കിൽ നിങ്ങൾ തൊട്ട് മുമ്പുള്ള 10 വർഷം അല്ലെങ്കിൽ 7 വർഷം എന്ന് പറയുന്നത് ജസ്റ്റ് എഴുതി നോക്കിയേ പറ്റൂ. എഴുതി നോക്കുമ്പോ ഇങ്ങനെയാ എഴുതാ. 18-19 ആദ്യം എഴുതി, 17-18, 16-17, 15-16, 14-15 അങ്ങനെ നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് 10 വർഷത്തിന്റെ ഒരു കാറ്റഗറി, 7 വർഷത്തിന്റെ ഒരു കാറ്റഗറി. എന്നിട്ട് വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട്? അയാൾ ഈ പറയുന്ന 730 ദിവസം ഉണ്ടായോ, തൊട്ടു മുമ്പുള്ള 2 വർഷം അയാൾ നിന്നിട്ടുണ്ടോ, തൊട്ടു മുമ്പുള്ള 9-10 വർഷം നിന്നിട്ടുണ്ടോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ നിങ്ങളുടെ ആൻസർ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും വർക്കിംഗ് നോട്ടിൽ എഴുതി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ സെക്കൻഡ് പ്രോബ്ലം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്, പഴയ ബുക്ക് വാങ്ങിയിട്ടുള്ളത്, പുതിയ ബുക്ക് ഇപ്പൊ ആരും വാങ്ങണ്ട, മാറ്റങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോ പുതിയ ബുക്ക് വാങ്ങിക്കായിരിക്കും നല്ലത്. പഴയ ബുക്ക് ഇപ്പോഴത്തെ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമായതുകൊണ്ട് വാങ്ങിക്കുന്നോണ്ട് വിരോധമില്ല. അപ്പൊ അതിൽ കുറെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ആ എക്സാമ്പിൾസ് നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. ഇവിടെ ഇപ്പൊ ഈ എക്സാമ്പിൾ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള എക്സാമ്പിൾ ഒക്കെ നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ, തേർഡ് എക്സാമ്പിൾ നോക്കാം. Mr. C, an Indian citizen working in UK, came to India on 18th April 2019 and went back on 14th August 2019. He came back to India again on 28th February 2020 and went back to UK on 5th April 2020. Determine his residential status for the assessment year 2020-21. അപ്പൊ ഇവിടുത്തെ ചോദ്യത്തില് അസസ്മെന്റ് ഇയർ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അസസ്മെന്റ് ഇയർ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറയുന്ന പ്രോസസ്സിൽ കൂടെ തന്നെ നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കുക. അസസ്മെന്റ് ഇയർ ആണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? പ്രീവിയസ് ഇയർ കാൽക്കുലേറ്റ് ചെയ്യും. പ്രീവിയസ് ഇയർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? അസസ്മെന്റ് ഇയർ ഏത് ഇയർ ആണോ സ്റ്റാർട്ട് ചെയ്തത് അതിന് തൊട്ട് മുമ്പുള്ള വർഷമാണ് നമ്മൾ എടുക്കുക. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, അസസ്മെന്റ് ഇയർ 2020 സ്റ്റാർട്ട് ചെയ്തേ. അപ്പം നമ്മുടെ പ്രീവിയസ് ഇയറിന്റെ എൻഡ് ആയിരിക്കും എന്ത്? 2020. അതിന് തൊട്ട് മുമ്പുള്ളതാണ് ആദ്യം ഉണ്ടാവുക. അപ്പൊ പ്രീവിയസ് ഇയർ എന്തായി മാറി? 2019-2020 ആയി. ഓക്കെ, അപ്പോ ഇപ്പൊ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് അസസ്മെന്റ് ഇയർ എന്താണെന്നും പ്രീവിയസ് ഇയർ എന്താണെന്നും എഴുതാൻ.
നിങ്ങൾ അസസ്മെന്റ് ഇയറോ പ്രീവിയസ് ഇയറോ തിയറി ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു എക്സാമ്പിളും കൂടി എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. അല്ലാതെ ചുമ്മാ എഴുതി കഴിഞ്ഞാൽ മനസ്സിലാവില്ല. എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് തിയറി ക്വസ്റ്റ്യൻ ആണെങ്കിലും ജസ്റ്റ് ഈ എക്സാമ്പിളുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, മുഴുവനല്ല, അസസ്മെന്റ് ഇയറും പ്രീവിയസ് ഇയറും ജസ്റ്റ് എക്സാമ്പിൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രീവിയസ് ഇയർ കിട്ടി, 2019 2020 കിട്ടി. ഇവിടുത്തെ സ്ഥിതി എന്താണെന്നറിയോ? 18th April 2019 അയാൾ ഇന്ത്യയിൽ വന്നിട്ട് 14th August 2019 അയാൾ പോയി. വീണ്ടും ഈ പ്രീവിയസ് ഇയറിൽ ഇയാൾ വന്നിട്ടുണ്ട്. എന്നാ വന്നിട്ടുള്ളത്? 20th February 2020 അയാൾ വന്നിട്ടുള്ളത്. എന്നിട്ട് 5th April 2020 പോയി. അപ്പൊ ഒറ്റ സ്ട്രെച്ചിലല്ല അയാൾ വന്നേനെ, ഇടയ്ക്കിടയ്ക്ക് വന്നുപോയി. അതല്ലേ സംഭവിച്ചിട്ടുള്ളത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇയാൾ എന്നാ വന്നിട്ടുള്ളത്? 18/4/2019 വന്നു, 14 August 2019 പോയി. അപ്പൊ ആദ്യത്തെ മാസം, അതായത് 18/4/19 മുതൽ നിങ്ങളൊന്ന് ഏപ്രിൽ ഒന്ന് നോക്കി നോക്കൂ, 30 ദിവസമേ ഉള്ളൂ. അപ്പൊ 18/4/19 മുതൽ 30/4/19 വരെ 18, 19, 20 3 ദിവസം പ്ലസ് 10 days 13 days 13 ദിവസം അയാൾ ഏപ്രിലിൽ നിന്നുണ്ട്. മെയ് അഗെയിൻ നിങ്ങൾ മുഷ്ടി ചുരുട്ടിയിട്ട് നോക്കാം. മുഴ ആയതുകൊണ്ട് 31, അഗെയിൻ കുഴി ആയതുകൊണ്ട് 30, അങ്ങനെ മെയ് 31, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 14 അയാൾ തിരിച്ചുപോയി അല്ലേ? അപ്പൊ ഓഗസ്റ്റിൽ എത്ര ദിവസമേ ഉള്ളൂ? 14 ദിവസം, ഇൻക്ലൂഡിങ് ദ ഡേയ്സ് നോക്കാം. അപ്പൊ 13, 31, 30, 31, 14. ഇനി 28 വന്നു, 28 ഫെബ്രുവരിയിൽ അയാൾ വന്നു. അപ്പൊ ഫെബ്രുവരിയിൽ എത്ര ദിവസം നിന്നിട്ടുണ്ട്? ഒരു ദിവസം. അഗെയിൻ മാർച്ചിൽ അയാൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മാർച്ചിൽ അപ്പൊ എത്ര ദിവസം ഉണ്ട്? 31 ദിവസം. അപ്പൊ ടോട്ടൽ എത്ര ദിവസമായി? 151 ദിവസമാണുള്ളത്. അഗെയിൻ കാൽക്കുലേഷൻ നോക്കാം. അയാള് 18th April 2019 വന്നു. 18/4 മുതൽ 30/4/19 വരെയാണ് അയാൾ ഉണ്ടായിരുന്നത്. അപ്പോ 13 ദിവസം, 18, 19, 20, 3 ദിവസം പ്ലസ് 10 days 13 days. പിന്നെ മെയ് ഫുള്ള്, ജൂൺ ഫുള്ള്, ജൂലൈ ഫുള്ള്, ഓഗസ്റ്റില് 14 വരെ. 14 പോയത് കൊണ്ട് 14 കൂടി എടുക്കുക, 14 ദിവസം. 28 ഫെബ്രുവരി വന്നതുകൊണ്ട് 28 ഒരു ദിവസം ഉള്ളത് കൊണ്ട് അതൊരു ദിവസം. മാർച്ച് ഫുള്ള് 31. ടോട്ടൽ എത്രയായി? 151 ദിവസം. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തോ? ഇല്ല. അയാള് മൊത്തമായിട്ട് 182 ദിവസം നിക്കണം എന്ന് പറഞ്ഞത് അയാൾ ഇവിടെ നിന്നിട്ടുണ്ടോ? അയാൾ ആകെ കൂടി 151 ദിവസം നിന്നിട്ടുള്ളൂ. ഈ ഇന്ത്യൻ സിറ്റിസൺ ആണ്, യു കെയിലേക്ക് പോയിട്ടുള്ളതാണ്. അപ്പൊ 182 ദിവസം മിനിമം അയാൾ നിൽക്കണം. ആ കണ്ടീഷൻ അയാൾ ഫുൾഫിൽ ചെയ്തിട്ടില്ല. അപ്പോ ഫസ്റ്റ് കണ്ടീഷൻ ആയിട്ടുള്ള 182 ദിവസം നിൽക്കണം എന്ന് പറയുന്ന കണ്ടീഷനും ഫുൾഫിൽ ചെയ്തിട്ടില്ല. അയാൾ ജോബിന് വേണ്ടി പുറത്തു പോയി. പക്ഷെ പുറത്തു പോയപ്പോ അയാൾ എന്തായിട്ടില്ല? 60 days പകരം 182 ദിവസമാണ്. ആ 182 ദിവസം അയാൾ ഇവിടെ നിന്നിട്ടില്ല. മറ്റുള്ള കണ്ടീഷൻസും അയാൾ ഫുൾഫിൽ ചെയ്തിട്ടില്ല. അതായത് അയാൾ ഇന്ത്യയിലേക്ക് റെഗുലർ ആയിട്ട് വരുന്ന ആളല്ല. പ്രീവിയസ് ഇയറിൽ അയാൾക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് NRI ആണ്. അങ്ങനെ ആവുമ്പോൾ അയാൾ ആരായിരിക്കും? നോൺ റെസിഡന്റ് ആവും. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏകദേശം ക്ലിയർ ആയിരുന്നു. അതായത് ഫസ്റ്റ് എക്സാമ്പിളിൽ 2 കണ്ടീഷനും ഫുൾഫിൽ ചെയ്തുകൊണ്ട് അയാൾ റെസിഡന്റ് ആണ്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്, സെക്കൻഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് അയാളുടെ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ ആണ്, സെക്കൻഡ് കണ്ടീഷൻ ഓക്കെ അല്ലാത്തതുകൊണ്ട് അയാൾ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയി. ഇവിടെ തേർഡ് എക്സാമ്പിളിൽ പറയുന്നത് എന്താണ്? അയാള് 2 കണ്ടീഷനും ഫുൾഫിൽ ചെയ്യാത്തത് കൊണ്ട് അയാൾ എന്തായി തീർന്നു? നോൺ റെസിഡന്റ് ആയിട്ട് തീർന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇൻഡിവിജ്വലിന്റെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മറ്റുള്ള കാറ്റഗറികൾ അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ തന്നെ പഠിക്കേണ്ടതാണ്. ഇതുപോലെ തന്നെ അതിന് പ്രാധാന്യമുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക. എക്സാമ്പിൾസ് വീണ്ടും റിവൈസ് ചെയ്ത് നോക്കുക. വീണ്ടും തിയറി പഠിക്കുക. എന്നാൽ മാത്രം ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഞാൻ വീണ്ടും പറയാണ്, ആദ്യം തിയറി വായിക്കുക, ദെൻ പ്രോബ്ലം ചെയ്ത് നോക്കുക. അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. വീണ്ടും തിയറി വായിക്കുമ്പോഴാണ് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുക. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടെക്സ്റ്റ് ബുക്ക് ഉള്ളവര് വേറെ എക്സാമ്പിൾസ് ടെക്സ്റ്റിലുണ്ട്, അത് നോക്കുക. അതിനുശേഷം വീണ്ടും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കൂടെ ഇന്ററാക്ഷൻ നടത്താനായിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു.